ഹനഫി മദ്ഹബ് പ്രകാരം തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം സനാഅ് ഓതൽ ആദ്യത്തെ റക്അത്തിൽ സുന്നത്താണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്നതാണ് സനാഅ്. ശാഫിഈ മദ്ഹബിൽ വജ്ജഹ്തു ഓതുന്നതിന് പകരമാണ് ഇവിടെ സനാഅ് ഓതുന്നത്. ഇതൊറ്റയ്ക്ക് നിസ്കരിക്കുന്നവന്റെ ആദ്യത്തെ റക്അത്തിലും ഇമാമിന്റെയും മഅ്മൂമിന്റെയുമൊക്കെ ആദ്യത്തെ റക്അത്തിൽ സുന്നത്താണ്. എന്നാൽ ഒരാൾ മഗ്രിബ് നിസ്കാരത്തിൽ വൈകി വരുമ്പോൾ ഇമാമ് ഫാത്തിഹ ഓതാൻ തുടങ്ങിയപ്പോഴാണ് മഅ്മൂമാകുന്ന മുഖത്തദി കൈകെട്ടിയതെങ്കിൽ അയാൾ ഇമാമിന്റെ ഫാത്തിഹ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത്. അവിടെ സനാഅ് ഓതേണ്ടതില്ല. അപ്പോൾ ഇമാമ് ഫാത്തിഹയും തുടർന്ന് സൂറത്തും ഓതുമ്പോൾ അവകൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഈ മുഖത്തദി എന്ന് പറയുന്ന മഅ്മൂമ് ഫാത്തിഹയും സൂറത്തും തന്നെ ഓതേണ്ടതില്ല. ളുഹർ നിസ്കാരത്തിനാണ് ഇമാമിനെ പിന്തുടർന്നതെങ്കിലും ഇമാമിനോടൊപ്പം നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയോ സൂറത്തോ ഓതേണ്ടതില്ല. മഅ്മൂം അല്ലെങ്കിൽ മുഖത്തദിയായ ആൾ മൗനം പാലിച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇമാമിന് സനാ ഓതൽ സുന്നത്താണ്, ഫാത്തിഹ ഓതൽ വാജിബാണ്. ഒഴിവാക്കിയാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ശേഷം സൂറത്ത് ഓതൽ ഫർളാണ്. 3 ആയത്ത് ഓതണം. അപ്പോൾ ഇമാമ് ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം ഉടനെ തന്നെ സൂറത്ത് ഓതേണ്ടതാണ്. അപ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയാവുന്നതാണ് പതുക്കെ. എന്നാൽ തുടർന്നുള്ള സൂറത്തിന് ബിസ്മി ഓതാൻ പറ്റില്ല. സൂറത്ത് തുടങ്ങുകയാണ് വേണ്ടത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന വ്യക്തിയും ഇപ്രകാരം തന്നെ ആദ്യത്തെ റക്അത്തിൽ മാത്രം സനാ ഓതൽ സുന്നത്തുണ്ട്. രണ്ടാമത്തെ റക്അത്തിലൊന്നും സനാഅ് ഓതേണ്ടതില്ല. സനാഇന് ശേഷം ഫാത്തിഹ ഓതണം. അഊദും ബിസ്മിയും പതുക്കെയാണ് ചൊല്ലേണ്ടത്. ശേഷമുള്ള ആമീനും പതുക്കെ പറയാവുന്നതാണ്. തുടർന്ന് ബിസ്മിയൊന്നും ചൊല്ലാതെ സൂറത്ത് ഓതേണ്ടതുമാണ്. ഇനി മറ്റൊരു കാര്യം പറയുമ്പോൾ, ഒരാൾ ജമാഅത്ത് നിസ്കാരത്തിൽ വൈകി വന്നു. അപ്പോൾ ഇമാമിന്റെ അവസാന റക്അത്തിൽ ഇരിക്കുകയാണ്. മഅ്മൂമിന്റെ ആദ്യത്തെ റക്അത്തിലും ഇമാമിനോടൊപ്പം അത്തഹിയ്യാത്തിലിരിക്കുകയാണ്, തശഹുദിലിരിക്കുകയാണ്. അപ്പോൾ ഇമാമിന്റെ അവസാനത്തെ അത്തഹിയ്യാത്താണ് മഅ്മൂമിന്റെ ആദ്യത്തെ റക്അത്തുമാണ്. ഹനഫി മദ്ഹബ് പ്രകാരം അവസാനത്തെ അത്തഹിയ്യാത്തിലുള്ള ഇരുത്തത്തിൽ അത്തഹിയ്യാത്ത് ഓതണം. ശേഷം സലാത്ത് ചൊല്ലണം. ശേഷം ദുആ ചെയ്യണം. ഇതെല്ലാം അവസാനത്തെ അത്തഹിയ്യാത്തിനുള്ള ഇരുത്തത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ മഅ്മൂമിന് മുഖത്തദിക്ക് അവസാനത്തെ അത്തഹിയ്യാത്തിനുള്ള സമയമായിട്ടില്ലെങ്കിലും ഇമാമിനോടൊപ്പം തുടരുന്നതിനാൽ അവിടെ പിന്തുടർച്ചാ നയമാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇമാമ് ചൊല്ലുന്ന അത്തഹിയ്യാത്തും ശേഷമുള്ള സലാത്തും ദുആഉമൊക്കെ തന്റെ സമയമായിട്ടില്ലെങ്കിലും മഅ്മൂമ് മുഖത്തദി ചൊല്ലേണ്ടതാണ്.